അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നമ്മുടെ വീടുകളിലൊക്കെ സാമ്പത്തികമായിട്ട് സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ധാരാളം ആളുകൾ വരാറുണ്ട്. ചില ദിവസങ്ങളിൽ ഒന്നിൽ കൂടുതൽ 2, 3, 4 ആളുകളൊക്കെ വരാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ആദ്യം വരുന്ന ആളുകൾക്ക് നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മോട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ സഹായിക്കും. രണ്ടാമത് വരുന്ന ആളെയും സഹായിക്കും. പക്ഷെ മൂന്നാമത് വരുന്ന ആൾ അദ്ദേഹം സാമ്പത്തികമായിട്ട് നമ്മോട് സഹായം അഭ്യർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം ചിലപ്പോൾ ചുളിഞ്ഞു പോവാറുണ്ട്. അദ്ദേഹത്തോട് ചിലപ്പോൾ നമ്മൾ ശകാരിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത് വ അമ്മസ്സാഇല ഫലാ തൻഹർ, നിങ്ങളോട് ചോദിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ ആട്ടിയോടിക്കാൻ പാടില്ല, അവരെ നമ്മൾ ശകാരിക്കാൻ പാടില്ല, അവരെ നമ്മൾ പ്രയാസപ്പെടുത്താൻ പാടില്ല. ഒരുപക്ഷെ മുമ്പ് വന്ന ആളുകളെക്കാൾ സാമ്പത്തികമായിട്ട് സഹായം കിട്ടേണ്ട ആളായിരിക്കും നാലാമത് അല്ലെങ്കിൽ 5ാമത് വന്ന ആൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ അദ്ദേഹത്തിനെ സഹായിക്കുക, അതല്ലെങ്കിൽ അദ്ദേഹത്തിനോട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പറഞ്ഞയക്കുകയാണ് വേണ്ടത്. ഒരിക്കലും നമ്മൾ അവരെ ചീത്ത പറയുകയോ ശകാരിക്കുകയോ ചെയ്യരുത്. നമുക്ക് അള്ളാഹു സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മെ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ വന്നിരിക്കുന്ന ആൾ, അദ്ദേഹത്തിന് അള്ളാഹു ദാരിദ്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും അള്ളാഹു പരീക്ഷിക്കുകയാണ്. അള്ളാഹു സമ്പത്ത് നല്ല തന്നുകൊണ്ടും സമ്പത്ത് ഇല്ലാതെയും നമ്മെ പരീക്ഷിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അത്തരക്കാരെ പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ പറയാതെ അവരെ സമാധാനപ്പെടുത്തി പുഞ്ചിരിച്ചു കൊണ്ടാണ് നമ്മൾ അവരെ പറഞ്ഞയക്കേണ്ടത്. അള്ളാഹു നമുക്ക് നല്ല ഭദ്രത തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.